വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, BJP അവരുടെ ഐഡിയോളജിക്കൽ എനിമിയാണ്. അതെ അതെ, പക്ഷെ അതിനപ്പുറം അറിഞ്ഞിരിക്കേണ്ടത് വിജയ് എന്ന നേതാവിന്റെ സൃഷ്ടിയുടെ പുറകിൽ RSSന്റെ ദീർഘകാല കാഡറായിരുന്ന TCK കുമാർ ആയിരുന്നു. ഗോവിന്ദാചാര്യ എങ്ങനെ അണ്ണാ ഹസാരയുടെ സമരത്തിന് പിന്നിൽ നിന്ന് RSSന് വേണ്ടി ചുക്കാൻ പിടിച്ചുവോ, അതുപോലെയായിരുന്നു കുമാർ വിജയുടെ വിജയത്തിന് വേണ്ടി തമിഴ്നാടിൽ ചുക്കാൻ പിടിച്ചത്. അപ്പോൾ യഥാർത്ഥത്തിൽ AIDMK നയിക്കുന്ന ഒരു മന്ത്രിസഭ, അത് BJPയുടെ NDAയുടെ ബ്ലോക്കായിട്ടുള്ള ഒരു മന്ത്രിസഭ, അതിന് തികച്ചും അതിനിപ്പോ ഏറ്റവും ഒടുവിൽ DMKയുടെ പിന്തുണയോടെ, അല്ലെങ്കിൽ വിജയെ ഒരു BJP പാളയത്തിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള പിന്തുണ, ഇതും രണ്ടും നടന്നില്ലെങ്കിൽ പ്രസിഡന്റ് ഭരണം, അതായത് അമിത്ഷായുടെ നേരിട്ടുള്ള ഭരണം. ഈ മൂന്ന് കാര്യങ്ങളാണ് RSS BJP തമിഴ്നാടിൽ ഒരേ ഒരു MLA ഉള്ള NDAയുടെ ബ്ലോക്കായി നിന്നിട്ട് പോലും തമിഴ്നാടിൽ ഒരേ ഒരു MLA മാത്രമുള്ള ദുർബല ശക്തിയായ BJP ശ്രമിക്കുന്നത് ഈ മൂന്ന് തരത്തിൽ തമിഴ്നാടിൽ അധികാരം പിടിക്കുവാനാണ്. ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, പ്രസിഡന്റ്സ് റൂൾ, AIDMKയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ, അല്ലെങ്കിൽ BJPയെ അനുകൂലിക്കുന്ന ഒരു വിജയ് സർക്കാർ. ഇത് മൂന്നിനുമുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ തടയാനായിട്ടാണ് ഇപ്പോൾ വിജയ്ക്ക് പിന്തുണയുമായി CPI, CPM, കോൺഗ്രസ്, ഇന്ന് ഒരു പക്ഷേ VCK തിരുമാവലവൻ എന്ന ഡോക്ടർ തിരുമാവലവൻ എന്ന നേതാവിന്റെ പുറകിൽ അണിനിരന്നിട്ടുള്ള 2 MLA-മാരുള്ള VCK ഇന്ന് തീരുമാനം പ്രഖ്യാപിക്കും. ഇന്നലെ അവരുടെ പിന്തുണയുണ്ടെന്ന് വിജയ് അറിയിച്ചത് ശരിയായില്ല, അതിന് തെളിവില്ലെന്ന് ഗവർണർ പറഞ്ഞു ഒഴിവാക്കുകയായിരുന്നു. അതിന് വളരെ വൈകിയാണെങ്കിലും ഇന്ന് ഒരു പക്ഷേ VCKയുടെ പിന്തുണയുണ്ടാവും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒട്ടും വൈകാതെ കോൺഗ്രസ് 5 MLA-മാരെ ഉൾപ്പെട്ട DMKയുടെ ഭാഗമായി മത്സരിച്ച കോൺഗ്രസ് അതിവേഗം വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ഇവിടെ കേരളത്തിലും മറ്റു സ്ഥലങ്ങളിലും പ്രചരിപ്പിക്കപ്പെടുന്നത് പോലെ അത് ഏകപക്ഷീയമായി ചെയ്തതല്ല. എനിക്ക് അറിഞ്ഞുകൂടാ, താങ്കൾക്ക് അറിയുമെന്ന്, കോൺഗ്രസ് ഒരുപാട് അപരാധം ഇവിടെ കേൾക്കുകയാണ്. അതായത് DMKയുടെ കൂടെ മത്സരിച്ച് 5 സീറ്റ് കിട്ടിയതിന് ശേഷം അവരെ വഞ്ചിച്ചുകൊണ്ട് വിജയുടെ കൂടെ പോയി എന്നുള്ള രീതിയിലുള്ള പ്രചരണം പ്രകമ്പനം കൊണ്ടിരിക്കുകയാണ്. പക്ഷെ വാസ്തവം അതല്ല, വസ്തുത അതല്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് ശേഷം രാഹുൽ ഗാന്ധി നേരിട്ട് സ്റ്റാലിനെ വിളിച്ചിരുന്നു. ഇത് ഞാൻ ഉത്തമ ബോധ്യത്തിൽ ഉറപ്പായ വസ്തുത, ചരിത്ര വസ്തുത പറയുകയാണ്. ആ ചർച്ചയിൽ ഫലമുണ്ടായില്ല. രണ്ടുപേർക്കും യോജിക്കാൻ കഴിഞ്ഞില്ല. ഈ ഫലത്തെ നമുക്ക് എങ്ങനെ വിജയകരമായി സംയുക്തമായി നേരിടാം എന്ന രാഹുൽ ഗാന്ധിയും സ്റ്റാലിനും തമ്മിൽ നടന്ന ആദ്യവട്ട ചർച്ച പരാജയപ്പെട്ടപ്പോഴാണ് കോൺഗ്രസ് 5 പേരുടെ പിന്തുണ ഏകപക്ഷീയമായി വിജയ്ക്ക് നൽകുന്നത്. അതിന് വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു. അതിൽ താങ്കൾ അറിയേണ്ട ഒരു കാര്യം, ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതായത് നേരത്തെ മുതലേ രാഹുൽ ഗാന്ധിയുടെ കിച്ചൺ ക്യാബിനറ്റിലെ അംഗമായ ശ്രീ പ്രവീൺ ചക്രവർത്തി, ഞാൻ ഇന്ന് കേട്ടത് ജയറാം രമേശ് എന്നിവർ DMK-മായിട്ട് പിരിഞ്ഞ് VCKയുടെ കൂടെ അല്ലെങ്കിൽ TVKയുടെ കൂടെ പോകണം എന്നൊരു സമ്മർദ്ദം ചെലുത്തിയിരുന്നു. അതിന്റെ ഫൈനൽ ഡിസിഷന് വേണ്ടി ജനുവരിയിലെ ഡൽഹിയിലെ എല്ലാ MP-മാരുടെയും MLA-മാരുടെയും ഒരു യോഗം രാഹുൽ ഗാന്ധി വിളിച്ചിരുന്നു, മല്ലികാർജുൻ ഖാർഗെ ഒക്കെ ആയിട്ട്. അവിടുത്തെ തീരുമാനം ഇപ്പോൾ ഇത് ചെയ്യേണ്ട, TVKയുടെ കൂടെ പോകേണ്ട, DMK മതി എന്ന് പറഞ്ഞു. അതിന്റെ വളരെ വോക്കലായിട്ടുള്ള ഒരു MP ആയിരുന്നു മാണിക്യം താഗോർ എന്ന MP. അദ്ദേഹമായിരുന്നു ഇത് തുടങ്ങി വെച്ചത്. അതായത് TVK ഒരു ഫോഴ്സാണ്, അവരുടെ കൂടെ കോൺഗ്രസിന്റെ ഭാവി അവിടെയാണ്. ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ TVK അവർക്ക് 90 സീറ്റ് വരെ ഓഫർ ചെയ്തിരുന്നു. അതെ അതെ, തീർച്ചയായിട്ടും വളരെ 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 ശരിയാണ്. താങ്കൾ പറഞ്ഞതാണ് അതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം. ഈ തീരുമാനത്തിന്റെ പുറകിലും ഇപ്പോൾ 5 കോൺഗ്രസ് MLA-മാർ വിജയിനെ പിന്തുണയ്ക്കാനെടുത്ത തീരുമാനത്തിന്റെ പുറകിൽ പോലും ജനങ്ങൾക്ക് ഇപ്പോഴും അറിയാത്ത ഒരു വസ്തുത നമ്മുടെ പക്കലുണ്ട്. കാരണം ഈ 5 പേരുമായി വിജയെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചത് രാഹുൽ ഗാന്ധിയുടെ മുൻകൈയിലാണ്. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നെഹ്റു കുടുംബത്തിൽ
അതായത് കോൺഗ്രസിന്റെ തലപ്പത്ത് കേന്ദ്ര നേതൃത്വത്തിൽ ഒരു ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു തമിഴ്നാടിനെ കുറിച്ച്. സോണിയാഗാന്ധിയും ഖാർഗെയും കൂടിയുള്ള ഗ്രൂപ്പ് അവരുടെ അന്തിമ തീരുമാനമാണ് തിരഞ്ഞെടുപ്പിൽ നമ്മൾ DMK-യുടെ കൂടെ പോകണം എന്ന തീരുമാനം. എന്നാൽ രാഹുൽ ഗാന്ധി മറിച്ച് TVK-യുടെ കൂടെ പോകണമെന്ന തീരുമാനത്തിന് അനുകൂലമായിരുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പൂർണ്ണ മനസ്സില്ലാതെയാണ് അവിടെ DMK കോൺഗ്രസ് ബന്ധം താങ്കൾ സൂചിപ്പിച്ച പശ്ചാത്തലത്തിൽ രൂപപ്പെട്ടത്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ചടുലമായി ഇടപെട്ട് വിജയ്ക്കുള്ള പിന്തുണ നൽകാൻ തീരുമാനിക്കുന്നതും 5 കോൺഗ്രസ് MLA-മാർ അത് ചെയ്യുന്നതും. അതിന് ഇടതുപക്ഷ പാർട്ടികൾ കോൺഗ്രസിനെ വഞ്ചിച്ചു എന്നുള്ള രാഷ്ട്രീയം പറയുന്നുണ്ട്. പക്ഷേ എന്തുണ്ടായി? സഖാക്കൾ CPM സഖാക്കൾ നേരിട്ട് സ്റ്റാലിന്റെ അടുത്ത് ചെന്ന് എന്താണ് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ് അവർക്ക് കേട്ടത്. അവർ പറഞ്ഞത് സ്റ്റാലിൻ AIDMK-യെ പിന്തുണയ്ക്കുന്ന ഒരു സർക്കാരിന്റെ നിലപാടെടുക്കാൻ പോകുകയാണ്. എടപ്പാടിയുടെ നേതൃത്വത്തിലുള്ള AIDMK-യുടെ സർക്കാരിനെ DMK പിന്തുണയ്ക്കാൻ തയ്യാറാണ്, നിങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അത് ചെയ്യണമെന്നാണ് സ്റ്റാലിൻ അവരോട് പറഞ്ഞത്. ആ നിമിഷമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രണ്ടുപേരും DCK-യുമായി ആലോചിച്ച് കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് തീരുമാനമെടുത്ത്, ഡൽഹിയിൽ നിന്ന് തീരുമാനമെടുത്ത് TVK-ക്കുള്ള പിന്തുണ പ്രഖ്യാപിച്ചത്. ഇത് വസ്തുതാപരമാണ്. ഇത് വെല്ലുവിളി ഞാൻ ആരുമായി സ്വീകരിക്കാൻ തയ്യാറാണ്. ഒരേ സമയം കോൺഗ്രസിനെയും BJP-യെയും ഒരുപോലെ ശത്രുവായി കാണുന്ന ഒരു രാഷ്ട്രീയം ഇന്ത്യയിൽ നടപ്പില്ല എന്ന് വീണ്ടും വീണ്ടും വ്യക്തമാവുകയാണ്. അതാണ് DMK-യെ പോലെ രാഹുൽ ഗാന്ധിയെ ഏറ്റവും ഉയർത്തിപ്പിടിച്ച ഒരു പാർട്ടിക്ക് പോലും അതിന്റെ പ്രാദേശിക അധികാരം നഷ്ടമാവുമ്പോൾ മുഖ്യ ശത്രു BJP എല്ലാം വിജയിയാവുന്നു. ഇത് നമ്മളെ പേടിപ്പിക്കേണ്ടതാണ്. വാസ്തവത്തിൽ ജനാധിപത്യ വിശ്വാസികളെ ഭയപ്പെടുത്തേണ്ട കാര്യമാണ്. നാളെ തെലങ്കാനയിൽ എന്തുണ്ടാവുമെന്ന് നമുക്കറിയില്ല. മറക്കണ്ട, കഴിഞ്ഞിട്ടില്ല. പഞ്ചാബ് വരികയാണ്. അടുത്തത് പഞ്ചാബിലെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അടുത്ത വേറൊരു ഉപസംസ്കാരം, അതാ ഉപദേശീയത. ഈ തമിഴ്നാടിനെ പോലെ പഞ്ചാബികളുടെ സിഖ് ഉപദേശീയത. ബംഗാൾ പിടിച്ചു, തമിഴ്നാട് പിടിക്കാനുള്ള ശ്രമം നടക്കുന്നു, അടുത്തത് പഞ്ചാബ് പിടിക്കാൻ ശ്രമിക്കുന്നു. അതിനർത്ഥം ഹിന്ദു ദേശീയതയ്ക്ക് പുറത്തുള്ള എല്ലാ ഉപദേശീയതകളെയും അവർ അകത്താക്കുകയാണ്, അവർ പിടിച്ചെടുക്കുകയാണ്. ഇത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നാളെ കർണാടകയും തെലങ്കാനയും താങ്കൾ പറയുന്നത് പോലെ കുറച്ചു വൈകി കേരളവും BJP-യുടെ അധികാരത്തിന്റെ കീഴിൽ വരും. ഇത് മനസ്സിലാക്കാനുള്ള ദീർഘവീക്ഷണമാണ് ഇന്നത്തെ രാഷ്ട്രീയം. അതന്നെ കേരളത്തിലെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, പല കേരള രാഷ്ട്രീയക്കാർക്കും കോൺഗ്രസിലും ഇടതുപക്ഷത്തും ഉള്ളവർക്ക് ഈ പദ്ധതി, BJP-യുടെ ഈ മഹാപദ്ധതി, അഖണ്ഡ ഭാരത പദ്ധതി മനസ്സിലാക്കാൻ ഉള്ള ഒരു അവസരം കൂടിയാണ് അത് കേരളത്തിൽ അത്ര വിഷമകരമല്ല. കാരണം കേരളത്തിൽ ഇപ്പോൾ തന്നെ അവർക്ക് ഹിന്ദു മെജോറിറ്റി 52% വരുന്ന ഹിന്ദു വോട്ടർമാരിൽ 1/3 ഇപ്പോൾ താമരയ്ക്ക് വോട്ട് ചെയ്യുന്നു. ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കേരളത്തിലെ ഹിന്ദുക്കളിൽ 1/3 ഇപ്പോൾ തന്നെ BJP-ക്ക് വോട്ട് ചെയ്യുന്നു. അവർ 3 സീറ്റ് ജയിക്കുന്നു. 6 സീറ്റിൽ 2ാം സ്ഥാനത്താണ്. അവരുടെ കെട്ടിവെച്ച കാശ്, അതായത് 16,000-ൽ കുറയാതെ വോട്ട് കിട്ടിയ സീറ്റുകളുടെ എണ്ണം 30-നപ്പുറമാണ്. കേരളത്തിലെ ഒരു പ്രധാന ശക്തിയാണ് കോൺഗ്രസ്, CPIM, മുസ്ലിം ലീഗ് കഴിഞ്ഞാൽ കേരളത്തിലെ ഒറ്റ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷി RSS BJP-യാണെന്ന് എന്ന് മലയാളി തിരിച്ചറിയുന്നു. അന്ന് നമ്മൾ ഭാവിയിൽ എങ്ങനെ തമിഴ്നാട് പോലെ ആവർത്തിക്കാതിരിക്കും, ബംഗാൾ ആവർത്തിക്കാതിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. തമിഴ്നാടിനേക്കാൾ കൂടുതൽ വ്യാപകമായ RSS ശൃംഖലകളും ബഹുജന അടിത്തറയുമുള്ള പാർട്ടിയാണ് BJP കേരളത്തിൽ. അതാണ് സാർ, കേരളത്തിലെ രാഷ്ട്രീയക്കാർ, നോൺ BJP രാഷ്ട്രീയക്കാർ ദേശീയ ഈ RSS-ന്റെ BJP-യുടെ ദേശീയ ലക്ഷ്യങ്ങളെ കുറിച്ച് കൂടുതൽ അവബോധം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന പല നാടകങ്ങളും അവർ ചെയ്യത്തില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അതെ. അതിന് മുഖ്യമായി ചെയ്യേണ്ടത് UDF-ഉം LDF-ഉം തമ്മിൽ
പരസ്പരം രാഷ്ട്രീയമായി ഏറ്റുമുട്ടുമ്പോഴും ക്രിയാത്മകമായി ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിൽ സഹകരിക്കണം. അത് ചെയ്യാനുള്ള ധൈര്യമുണ്ടാവും. അതില്ലാത്തടത്തോളം കാലം നിങ്ങൾക്ക് കേരളത്തിൽ ഈ സംഗതികൾ എന്ന് ആശിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.